ഞാൻ വന്നിട്ടുള്ളത് നാരങ്ങേൻ്റെ തോട് വെച്ചിട്ട് ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട്. അപ്പം ഞങ്ങൾ നാരങ്ങ വാങ്ങിയപ്പം അപ്പോൾ അതിൻ്റെ കേട് വന്ന ഭാഗങ്ങളൊക്കെ ഒരു ബോക്സൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പം ഞാനതിൽ നിന്ന് എനിക്ക് കുറച്ച് തരുമോ ചോദിച്ചു. അപ്പോൾ അവരൊരു 2-2.5 കിലോ പോലെ എനിക്ക് എടുത്ത് തന്നു. എനിക്ക് കുറച്ച് ആവശ്യമുള്ളായിരുന്നു. ഇപ്പോൾ നാരങ്ങക്കൊക്കെ നല്ല വില കുറവുള്ള കാലമാണ്. അപ്പോൾ നമുക്ക് ആ ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നാരങ്ങ കൊണ്ടുവന്ന് ഞാൻ അതിൽ നിന്നൊരു 500 ഗ്രാമൊക്കെ എടുത്തിട്ടുള്ളൂ. അതൊക്കെ നന്നായിട്ട് അഴുകിയ ഭാഗമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അല്ല യൂട്യൂബിലൊക്കെ കണ്ട് നാരങ്ങ പിഴിഞ്ഞ് കളയുന്ന നാരങ്ങത്തോട് വെച്ചിട്ടാണ്. അപ്പോൾ നാരങ്ങത്തോട് പിന്നെ ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ അതാ ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതാ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കണം. ഞാനത് മൂടി നിൽക്കാൻ ഉള്ള വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം കൂടി എഴുതി കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടുങ്ങാണ്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ച് തരാം. അപ്പോൾ മിക്സിയിലൊക്കെ അടിച്ച് നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്ത് അരിച്ചാലും മതി. അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് കിട്ടിയതാണിത്. ഇത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അത്രയും ആണ് ഞാൻ അടിച്ചെടുത്തത്. ഞാനൊരു 500 ഗ്രാമോളം അഴുകിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കി എടുക്കുകയും ചെയ്യാം. ഞാൻ ഈ ഒരു ഇതിലാണ് ഇനി ഇത് ഒന്ന് ഞാൻ പത കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സോപ്പിൻ്റെ കഷ്ണം, നമ്മൾ അലക്ക് സോപ്പിൻ്റെ കഷ്ണം ഒന്ന് ചീകിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ പീസാക്കിയിട്ട് നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് പതവാണെങ്കിൽ കുറച്ചും കൂടി പിന്നെ അലക്ക് സോപ്പ് കൂട്ടണം. അല്ലെങ്കിൽ ലിക്വിഡ് അങ്ങനെ എന്തെങ്കിലും ഫയറിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പത കിട്ടും. പക്ഷെ നമ്മൾ ലിക്വിഡൊക്കെ പിന്നെ ഫയറി അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് കുറച്ച് ചിലവ് കൂടൂലേ. അതൊന്നും ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണക്കാർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ലിക്വിഡാണത്. നമ്മൾ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കണമല്ലോ. അപ്പം ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അതുപോലെ ഒരു സ്പൂണ് നിറയെ 2 സ്പൂണ് ഇത് വിനാഗിരി സുർക്ക അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പും വിനാഗിരി അതുപോലെ നമ്മുടെ അപ്പക്കാരം അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ. ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഞാനിതിലേക്കൊരു സ്പൂണ് അപ്പക്കാരാണ് ഇടുന്നത്. ബേക്കിംഗ് സോഡ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ സുർക്കയും അതുപോലെ ഉപ്പും ഇട്ടതേക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ ഒഴിക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ പതണ് നിൽക്കും. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ സോഡാപ്പൊടിയും അതുപോലെ ഉപ്പും വിനാഗിരിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിരുന്നു. ഇനി അതിലേക്ക് ഞാൻ സോപ്പ് അലക്ക് സോപ്പ് ഉരുക്കിയെടുത്തിരുന്നു. അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ നാരങ്ങ അടിച്ചതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ സോപ്പ് ഒരു റോസ് കളറിൻ്റെ അലക്ക് സോപ്പായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം ഫുഡ് കളർ കൂടിയും ചേർത്തിട്ടുണ്ട്. ഒരു പിങ്ക് കളർ ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടിയും കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ലിക്വിഡുകളൊക്കെ മഞ്ഞ അതുപോലെ പച്ച അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അത് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി കളർ ചേർത്തു. നിർബന്ധമൊന്നുമില്ല. നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി വയ്ക്കുമ്പോൾ ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മളെ ലിക്വിഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നാരങ്ങൻ്റെ തോട് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ചീഞ്ഞു പോയ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ട് ഞാൻ കുപ്പിയിലാക്കി വെക്കുകയാണ്. ഇത് ഞാൻ പ്രില്ലിൻ്റെ ഒരു കുപ്പി ഒഴിഞ്ഞതുണ്ട്. ഇനി അതിലേക്ക് ആക്കി വെച്ചാണ്. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് എടുത്താലും ഇതേപോലെ അത് ഓപ്പണാക്കി ഇങ്ങനെ കുറേശ്ശായിട്ട് എടുക്കാം.
ഉപയോഗിച്ച് സിങ്ക് കൂടുതലും സിങ്ക് കഴുകാൻ അതുപോലെ ടൈലിൻ്റെ ആ ഭാഗം കഴുകാനൊക്കെ. ഇത് ബീഫിൻ്റെ നെയ്യായതാണ്. അപ്പോൾ അത് ഞാൻ ഇതാ ഒരു അല്പം ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതാ ഒന്ന് കഴുകി കാണിച്ചു തരാം. നെയ്യൊക്കെ പോകുന്നുണ്ട്, പക്ഷെ പത കുറവാണ്. പത വേണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു കഷ്ണം കൂടി സോപ്പിട്ടിട്ട് ഒരുക്കിയിട്ട് ആ വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ലിക്വിഡ്, അതിനൊക്കെ പിന്നെ ലിക്വിഡിനൊക്കെ ഫയറി ആയാലും പ്രില്ലായാലൊക്കെ വില കൂടുതലല്ലേ. അപ്പോൾ ഇത് സോപ്പിനാവുമ്പോൾ അത്ര ഇത് വരില്ലല്ലോ. അപ്പോൾ അതാ നന്നായിട്ട് ആ നെയ്യ് പോയിട്ടുണ്ട്. ബീഫിൻ്റെ നെയ്യായാൽ കുറേ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകണ്ടേ. അപ്പോൾ അതാ ഞാൻ ഇതാക്കിയിട്ട് നന്നായിട്ട് പോയിട്ടുണ്ട്. നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. അതിൻ്റെ നെയ്യൊക്കെ ഒരു അല്പം പോലും ഇല്ലാതെ കഴുകിയെടുത്തപ്പോൾ എല്ലാം പോയിട്ടുണ്ട്. അതുപോലെ ഞാൻ സിങ്ക് കഴുകണത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കഴുകണതിൻ്റെ മുമ്പുള്ള സിങ്കാണ്. ഇത് ഞാൻ ലിക്വിഡ് ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് അവിടേക്ക് ഒരു എന്താ പറയുക കളറ് വ്യത്യാസമുണ്ട്. അതുപോലെ സിങ്കിൻ്റെ ഉൾഭാഗമൊക്കെ ഒരു മഞ്ഞക്കറ പോലെ ഉണ്ട്. ഞാൻ ആ ലിക്വിഡ് കുറച്ചധികം ഒഴിക്കണം. കാരണം നമ്മൾ എന്താ പറയുക ഉണ്ടാക്കിയതല്ലേ, വാങ്ങിയതൊന്നുമല്ലല്ലോ. അപ്പോൾ നമുക്ക് ആ സിങ്ക് കുറച്ച് വലിയതല്ലേ. അപ്പോൾ അതിന് എല്ലായിടത്തുനിന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം. ഇനി ഒരു കമ്പിക്കണ്ടി വെച്ചിട്ട് സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും ഇത് ഒന്നിങ്ങനെ നമ്മൾ ഒന്ന് വരച്ച് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെച്ചിട്ട് കഴുകാൻ. ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഇത് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് അത് ഇതേപോലെ തേച്ച് കൊടുക്കുക. എനിക്ക് ഈ ലിക്വിഡ് ഉണ്ടാക്കിയപ്പോൾ സിങ്ക് കഴുകാനാണ് ഏറ്റവും നന്നായിട്ട് തോന്നിയത്. പാത്രത്തിന് നമുക്കപ്പോൾ അതല്ലാത്തതുകൊണ്ട് പാത്രം വൃത്തിയാകും. ആ ഒരു നമ്മൾ മീനൊക്കെ കഴുകി ആ ഒരു സ്മെല്ല് പോകണമെങ്കിലൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ നാരങ്ങൻ്റെ. അപ്പോൾ അതാ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണിത് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കഴുകണത്. അപ്പോൾ നന്നായിട്ട് അതുപോലെ കമ്പിച്ചണ്ടി ഇതാ ഇപ്പോൾ നല്ലതായിട്ട് അതിൻ്റെ അതിക്കൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. ഞാൻ കമ്പിച്ചണ്ടി വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് നമ്മൾ കഴുകിയെടുക്കാം. അതിൻ്റെ ആ ഇടയിലുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഉരച്ചെടുക്കുക. ഞാനിതിൽ സ്മെല്ലിന് വേണ്ടി വേറെ ഒന്നും ചേർത്തിട്ടില്ല. നാരങ്ങൻ്റെ സ്മെല്ല് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുൽത്തൈലൊക്കെ ചേർത്താൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ മീനും ഇറച്ചിയൊക്കെ കഴുകുമ്പോൾ ആ ഒരു സ്മെല്ല് എപ്പോഴും നമ്മൾ സിങ്കിലല്ലേ കൂടുതലും പാത്രങ്ങളും എല്ലാം കഴുകിയത്. അപ്പോൾ അതിൻ്റെ ഒരു മണം പോവാനൊക്കെ ഈ ഒരു ലിക്വിഡ് നന്നായിട്ട് എനിക്ക് പിന്നെ തോന്നി. അപ്പോൾ അതാ ഞാൻ ഇറച്ചിയൊക്കെ കഴുകി വെള്ളം ഒഴിച്ചിട്ട് കഴുകുകയാണ്. അതുപോലെ നമ്മളെ പൈപ്പിൻ്റെ ആ ഭാഗത്തുള്ള പിന്നെ ഉച്ച കെട്ടിയതൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് അരച്ചാൽ നന്നായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ സിങ്കൊക്കെ നന്നായിട്ട് കഴുകി തോത്തി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. ഇത് കുറച്ച് പഴക്കമുള്ള സിങ്കാണ്. അപ്പം പുതിയ സിങ്കൊക്കെയാണ് ഇതിലേറെ നിറം കിട്ടും. ഇതാ ഞാൻ ഇവിടെ കൈക്കുണ്ടായിന് കളർ വ്യത്യാസം ഉണ്ടായിന്. അതൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഉപകാരമായിട്ട് തോന്നിയത് സിങ്ക് കഴുകാൻ നല്ലൊരു ഉപകാരമായി തോന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ പൈപ്പും ഇതേപോലെ എപ്പോഴും അടുക്കളയിലെ പൈപ്പും സിങ്കൊക്കെ അല്ലേ എപ്പോഴും നമുക്ക് വൃത്തിയായി കാണേണ്ടത്. അത് നല്ലൊരു ഉപയോഗമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതാ ഞാൻ ഒരു വലിയ കുപ്പി ഒരു ചെറിയ കുപ്പിയിലാണ് 500 നാരങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയത്. തോട് വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.